പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കർണാടക പോലീസ് കണ്ടെത്തിയ കൊലയാളി ആപ്പ് സംഘത്തിൽ ചൈനക്കാർ മാത്രമല്ല, അവർക്കൊപ്പം മലയാളികളുമുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വിവരം. വായ്പാ തട്ടിപ്പ് കമ്പനികളുടെ ഡയറക്ടർ ബോർഡിൽ കേരളത്തിൽ നിന്നുള്ളവരുമുണ്ട്. കർണാടക ക്രൈംബ്രാഞ്ചിന്റെ കേസിലെ 31 പ്രതികളിൽ മലയാളികൾ ഉൾപ്പെടുന്നു. പ്രതിപ്പട്ടികയിലുള്ള ബുൾഫിഞ്ച് കമ്പനിയുടെ ഡയറക്ടർ മലയാളിയായ ഇബ്രാഹിം അമീർ തയ്യിൽ കർണാടക പോലീസിന്റെ കുറ്റപത്രത്തിൽ തട്ടിപ്പ് കമ്പനികളുടെ പ്രവർത്തനം വിശദീകരിക്കുന്നു. 2022 രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ 7 ചൈനീസ് ഡയറക്ടർമാരാണുള്ളത്. മലയാളികളുമുണ്ട് ഈ തട്ടിപ്പ് ലോൺ ആപ്പ് സംഘത്തിൽ എന്നുള്ളതാണ്. അനിൽ മാനുവലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനിൽ മാനുവൽ, ചൈനക്കാർ മാത്രമല്ല, ഇതിൽ മലയാളികൾ കൂടി ഈ തട്ടിപ്പ് സംഘത്തിന്റെ സൂത്രധാരന്മാരായി ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണോ പുറത്തു വരുന്നത്? അരുൺകുമാർ, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുകയാണ് ഈ ലോൺ ആപ്പ് ഇടപാടുകൾ കേരളത്തിലുണ്ടാക്കുന്ന ദുരന്തം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ആ വാർത്തകൾ വീണ്ടും കാണുകയാണ്. ബന്ധുക്കളുടെ അവസ്ഥ, കേസുകൾ എങ്ങും എത്താത്ത അവസ്ഥ, വെറും തുച്ഛമായ തുകകൾ വായ്പയായി നൽകിക്കൊണ്ട് ലക്ഷങ്ങളും കോടികളും കേരളത്തിൽ നൂറ്റിയെടുക്കുന്ന ഈ സംഘങ്ങൾക്ക് പിന്നിൽ ഇതിന്റെ തലപ്പത്ത് തന്നെ ഡയറക്ടർമാരായി മലയാളികളുണ്ട് എന്നുള്ളത് ഏറ്റവും പുതിയ വിവരമാണ്. ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് അരുൺകുമാർ പറഞ്ഞതുപോലെ. കാരണം ഇത് ഇത്രയധികം നമുക്ക് ഈ കുറ്റപത്രത്തിലൂടെ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാകും. കാരണം ചൈനീസ് പൗരന്മാർ ഉൾപ്പെട്ട ഇത്ര വലിയ ആസൂത്രണം ഇന്ത്യയിൽ എങ്ങനെ നടക്കുന്നു, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് എങ്ങനെ നടക്കുന്നു, അതേ കമ്പനികളിൽ ഡയറക്ടർമാരെ മലയാളികൾ തുടർന്ന് ഇവരൊക്കെ തമ്മിൽ ഇത്രയധികം ആസൂത്രിതമായ കുറ്റകൃത്യത്തിന് ഏർപ്പെടുന്നു എന്നുള്ളത് വായിക്കുമ്പോൾ ഞെട്ടൽ തോന്നുന്ന വസ്തുതയാണ്. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞൊരു പേര് ഇബ്രാഹിം അമീർ എന്ന് പറഞ്ഞ ഒരു കോഴിക്കോട്ടുകാരന്റെ പേര് ഇതിൽ ബുൾഫിഞ്ച് എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറായി ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു കമ്പനിയിൽ തൃശ്ശൂരുകാരൻ ഒരു മുത്തു ശിവദാസ് ഉണ്ട്. ഇതുകൂടാതെ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ഒരു ഉണ്ണികൃഷ്ണനുണ്ട്. ഇങ്ങനെയെല്ലാം ഡയറക്ടർമാരായി ഈ കമ്പനികളെ തലപ്പത്ത് തന്നെ ഇവരെല്ലാവരുമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഈ കമ്പനികൾ വളരെ മുമ്പേ ഫോം ചെയ്ത് മറ്റു പല ഉദ്ദേശത്തിൽ മിക്കവാറും എല്ലാം തന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിത വ്യവസായങ്ങൾക്കായി തുടങ്ങിയ കമ്പനികളാണ്. അതിലേക്കാണ് ഈ ചൈനീസ് ഡയറക്ടർമാർ വന്ന് നുഴഞ്ഞു കയറുന്നത്. അവർക്ക് മുമ്പുണ്ടായിരുന്ന ഡയറക്ടർമാരെ ഒഴിവാക്കിക്കൊണ്ട് ഇവരവിടെ കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സതുദ്ദേശത്തിൽ ഈ കമ്പനികളിൽ വന്നുപെട്ടവരാണോ ഈ മലയാളികൾ എന്ന് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ഏതായാലും ഇവരെ പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ട് തന്നെയാണ്, അതിനർത്ഥം കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ടാണ് കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ച് 2022 കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ ഇങ്ങനെ കമ്പനികൾ നടത്തുന്നവരെ കൂടാതെ ഇതിന് ഒത്താശ ചെയ്തുകൊണ്ട് മറ്റനേകം മലയാളികളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ചൈനീസ് ഡയറക്ടർമാർ വന്നു കയറി കഴിയുമ്പോൾ ഈ കമ്പനികൾക്കുണ്ടാകുന്ന മാറ്റം ആദ്യം ഉണ്ടാകുന്നത് അതിന്റെ രജിസ്റ്റേർഡ് അഡ്രസ് മാറും. രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നൽകിയിട്ടുള്ള അഡ്രസ്സ് മാറും. കാരണം ഉദ്യോഗസ്ഥരുടെ മറ്റു വെരിഫിക്കേഷൻസ്, പരിശോധനകൾ അവിടെ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ്. പിന്നെ ഡയറക്ടർമാർ മാറും. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോൾ ഇത് സർട്ടിഫൈ ചെയ്യുന്ന ചില ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുണ്ട്. അതിൽ പോലും മലയാളികളുണ്ട്. അങ്ങനെ ഒരാൾ ആ കമ്പനി എവിടെയാണെന്ന് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ പക്ഷേ മലയാളിയായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി അവിടെ തന്നെ ഉണ്ട് എന്ന് സർട്ടിഫൈ ചെയ്തതായി ഈ രേഖകളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ്, ഈ കമ്പനികളിൽ ജീവനക്കാരായി ചേരുന്നവരുടെ KYC ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് അവരെ ഇതിൽ ഡയറക്ടർമാരായി ചേർക്കുന്നതായും കർണാടക പോലീസ് അക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും എങ്ങനെ നോക്കിയാലും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് തന്നെ വലിയ വെല്ലുവിളിയാണ് ഇത് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കർണാടക ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. അതിലാണ് മലയാളികളുടെ പങ്ക് ഈ മട്ടിൽ വ്യക്തമാവുന്നത്. അരുൺ, അനിൽ, പക്ഷേ എന്നിട്ടും കേരളത്തിലെ പോലീസ് ഇപ്പോൾ കടമക്കുടിയിലെ കാര്യം നേരത്തെ ശരൺ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അവിടെ ഒരു കോൾ സെന്ററിലെ ജീവനക്കാരനെ മാത്രം കസ്റ്റഡിയിലെടുത്ത് അയാൾക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അതിനുശേഷം തുടരന്വേഷണം ഒന്നും ഉണ്ടായില്ല. ഒരു SIT നടത്തിയ അന്വേഷണമാണെന്ന് ഓർമ്മിക്കണം. ഒരു കൂട്ട ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള ലോണാപ്പ് സംഘത്തെ പിടിക്കുന്നതിന് പകരം ഒരു കോൾ സെന്റർ ജീവനക്കാരിൽ അന്വേഷണം ഒതുക്കി. ഇപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ മലയാളികൾ കൂടെ ഉൾപ്പെട്ട ഒരു വലിയ റാക്കറ്റ് കേരളത്തിലടക്കം നിർബാധം പ്രവർത്തിക്കുമ്പോൾ പോലീസിന്റെ അന്വേഷണം എന്തുകൊണ്ടാണ് എഫക്റ്റീവ് ആകാതെ പോകുന്നത്? അനിൽ, അരുൺ, അത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ. കാരണം നമ്മുടെ പോലീസ് എത്ര ഇൻസെൻസിറ്റീവ് ആണ് ഇക്കാര്യങ്ങളിൽ എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഈ ആളുകളുടെ ഈ ദുരന്തത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടൊന്നുമില്ലാതെയാണ് പല ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് തന്നെ വ്യക്തമായി പറയണം. കാരണം 2020-2021 മുതൽ ഞാൻ തന്നെ ഈ വിഷയങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അന്ന് നമുക്കറിയാം DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും ആ കേസുകൾ എങ്ങും എത്തിയില്ല. അതുമുതൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സാധാരണക്കാരൻ ഒരാൾ ഒരു പരാതിയുമായി ഇത് സംബന്ധിച്ചൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയാൽ മിക്കവാറും പോലീസുകാരുടെ ആറ്റിറ്റ്യൂഡ്, അവർ ചോദിക്കുന്ന ചോദ്യം
പണം കടം വാങ്ങി തിരിച്ചു കൊടുക്കണ്ടേ എന്നുള്ളതാണ്. അതല്ലാതെ ഇതിലെ കൊള്ള പലിശയോ അല്ലെ ഇതിലെ ചതിയോ ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ എടുത്തു വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുന്നതോ ഇതൊന്നും ഇവരുടെ ചിന്തയിലേക്ക് പോകുന്നില്ല. ഈ പോലീസുകാർ അതനുസരിച്ച് ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബഹുഭൂരിപക്ഷം കേസിൽ, എല്ലാത്തിലും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം കേസിലും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ആളുകൾ ഒടുവിൽ ആത്മഹത്യയിൽ അഭയം തേടുന്നത്. മാത്രമല്ല നമ്മൾ നോക്കിയാൽ കാണാം, ഇപ്പൊ കർണാടക പോലീസ് അടക്കം ഹൈദരാബാദിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, മുംബൈയിലുണ്ട്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വലിയ റാക്കറ്റുകളെ പോലീസ് പൊളിക്കുകയും ചൈനക്കാരെ അറസ്റ്റ് ചെയ്യുകയും പോലും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു കാര്യക്ഷമമായ ഒരു നടപടി കേരളത്തിൽ നിന്ന് പോലീസിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. നമ്മൾ ഈ ഘട്ടത്തിലെങ്കിലും അത് തുറന്നു പറയേണ്ടത് തന്നെയാണ്. ഓക്കെ, അതാണ് ഗുരുതരമായ വീഴ്ചയുണ്ടാവുന്നു. ഇത്രയും അധികം മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ കൃത്യമായിട്ടും ട്രാക്ക് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റാത്തത് എന്നുള്ളതാണ് ചോദ്യം.